ബാബറി മസ്ജിദിനെ വെട്ടിയ NCERT പുസ്തകം വിവാദമാകുന്നു. 3 മിനാരങ്ങളുടെ കെട്ടിടം എന്ന് മാത്രമാണ് പുസ്തകത്തിലെ പരാമർശം. ബാബറി മസ്ജിദ് കർസേവകർ തകർത്തുവെന്ന് വ്യക്തമാക്കുന്ന പത്രവാർത്തകളും ചിത്രങ്ങളും പാഠപുസ്തകത്തിൽ നിന്ന് ഒഴിവാക്കി. വിവരങ്ങൾ നൽകാനായി ന്യൂസ് ഡെസ്കിൽ നിന്ന് ഗൗരിപ്രിയ ചേരുന്നുണ്ട്. ഗൗരി, ചരിത്രം മറക്കുന്ന ഒരു സാഹചര്യം. ബാബറി മസ്ജിദിനെ പോലും വെറുതെ വിടുന്നില്ല. ബാബറി മസ്ജിദ് എന്ന പേര് പോലും എടുത്തു കളഞ്ഞിരിക്കുന്നു പാഠപുസ്തകത്തിൽ നിന്ന് എന്ന് മനസ്സിലാക്കുന്നു. വിശദാംശങ്ങൾ. കഴിഞ്ഞയാഴ്ച വിപണിയിലെത്തിയ പരിഷ്കരിച്ച NCERT 12ാം ക്ലാസ് പൊളിറ്റിക്കൽ സയൻസ് പാഠപുസ്തകത്തിൽ ബാബറി മസ്ജിദിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് 3 മിനാരങ്ങളുള്ള പള്ളി എന്നാണ്. അയോധ്യ തർക്കവുമായി ബന്ധപ്പെട്ട ഭാഗം 4-ൽ നിന്ന് 2 പേജുകളായി വെട്ടിച്ചുരുക്കുകയും വിശദാംശങ്ങൾ ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട്. ഗുജറാത്തിലെ സോംനാഥിൽ നിന്ന് അയോധ്യയിലേക്കുള്ള രഥയാത്ര, ബാബറി പള്ളി തകർത്തതിലെ കർസേവരുടെ പങ്ക്, ബാബറി മസ്ജിദ് തകർത്തതിന് പിന്നാലെയുണ്ടായ വർഗീയ കലാപം, BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയത്, അയോധ്യയിൽ നടന്ന സംഭവങ്ങളിൽ BJP നടത്തിയ ഖേദപ്രകടനം തുടങ്ങിയ വിവരങ്ങളും വെട്ടിമാറ്റിയിട്ടുണ്ട്. ബാബറി മസ്ജിദ് തകർക്കുമ്പോൾ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായിരുന്ന കല്യാൺ സിംഗിനെതിരെ സുപ്രീം കോടതിയുടെ നടപടിയും പുസ്തകത്തിലില്ല. നേരത്തെയും ബാബറി മസ്ജിദ് പരാമർശിക്കുന്ന മറ്റു 3 ഭാഗങ്ങൾ NCERT നീക്കം ചെയ്തിരുന്നു. 16ാം നൂറ്റാണ്ടിൽ മുഗൾ ചക്രവർത്തിയായ ബാബറിന്റെ ജനറൽ ബാക്കി പണി കഴിച്ച മസ്ജിദ് എന്നാണ് പഴയ പാഠപുസ്തകം ബാബറി മസ്ജിദിനെ പരിചയപ്പെടുത്തിയിരുന്നത്. ഇപ്പോൾ ഇത് ശ്രീരാമന്റെ ജന്മസ്ഥലത്ത് 1528-ൽ നിർമ്മിച്ച 3 മിനാരങ്ങളുള്ള കെട്ടിടമാണ്. ഇത്തരത്തിലുള്ള മാറ്റങ്ങളാണ് പാഠപുസ്തകത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ശരി, ബാബറി മസ്ജിദിനെ വെട്ടിയ NCERT പാഠപുസ്തകമാണ് ഇപ്പോൾ വിവാദമാകുന്നത്. 3 മിനാരങ്ങളുള്ള കെട്ടിടമെന്ന മാത്രമാണ് പുസ്തകത്തിലെ പരാമർശം. വിവരങ്ങളാണ് ഗൗരിപ്രിയ നൽകിയത്.